അതുപോലെ സാഹിത്യ സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തുക, സെമിനാറുകൾ നടത്തുക, ഇതൊക്കെയാണ് ശ്രേഷ്ഠ സാഹിത്യവേദിയുടെ മുഖ്യ അജണ്ട. എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ, അദ്ദേഹം ശ്രേഷ്ഠ സാഹിത്യവേദിയുടെ പ്രസിഡന്റാണ്. അതുമാത്രമല്ല, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 38 കൊല്ലക്കാലം അത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഡിറ്ററും അതുപോലെ തന്നെ ഡയറക്ടർ തലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച ഒരു വ്യക്തിയാണ്. മൈലോപ്പള്ളി സംസ്കൃതി ഭവന്റെ ഡയറക്ടറായിരുന്നു, മെമ്പർ സെക്രട്ടറി പ്ലസ് ഡയറക്ടർ. അങ്ങനെ വിവിധ 37ഓളം ഭാഷാ ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും അടുത്തായിട്ട് സ്ഥലനാമകോശം 1000 പേജുള്ള, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ 1000 പേജുള്ള സ്ഥലനാമകോശം. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ആ പുസ്തകം കാണേണ്ടതാണ്, നമ്മൾ എല്ലാവരും വാങ്ങണം എന്നുള്ളതുണ്ട്. ഇതാണ് ആ പുസ്തകം. അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയത്. അത് കഴിഞ്ഞ ആഴ്ച അതിന്റെ റിലീസ് നടന്നേ ഉള്ളൂ. കേരളത്തിന്റെ മൊത്തം സ്ഥലനാമങ്ങളും. അത് എല്ലാവരും വാങ്ങേണ്ടതാണ്. ഈ പുസ്തകം എല്ലാവരും വാങ്ങി സൂക്ഷിക്കേണ്ട ഒരു പുസ്തകമാണ്. അങ്ങനെ ഇത്ര തീരെ ചെറിയ പുസ്തകങ്ങളല്ല അദ്ദേഹത്തിന്റെ പുസ്തകം. എന്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പുസ്തകം ഇവിടെ കാണിച്ചത്? അത്ര മഹത്വം ബൃഹത്വമായ 37ഓളം പുസ്തകങ്ങളുടെ കർത്താവാണ് ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാറ്. സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ സജീവ പ്രവർത്തകനാണ്. അദ്ദേഹവും നമുക്ക് ഒപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ നടുവട്ടം ഗോപാലൻ സാർ, നമുക്കറിയാം, ഭാഷാശാസ്ത്രജ്ഞനാണ്. അത് ഉയർത്തിയ, അതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് നടുവട്ടം ഗോപാലൻ സാർ. അദ്ദേഹം നമുക്കിവിടെ ഈ പുസ്തകം സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനും ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുപരി നമ്മുടെ ഡോക്ടർ പുതുശ്ശേരി രാമേന്ദ്രൻ സാറിന്റെ പ്രിയ പുത്രി ഗീത ടീച്ചർ ഇവിടെ എത്തി. അത് നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി എത്തി. ഡോക്ടർ പി കെ സുരേഷ് കുമാർ, കേരള യൂണിവേഴ്സിറ്റി ലൈബ്രറി ഫൗണ്ടേഷന്റെ ജനറൽ സെക്രട്ടറിയും അധ്യാപകനുമായ ശ്രീ രാജൻ പൊഴിയൂർ, അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇനി എത്താൻ രവികുമാർ സാറ് ഗീത ടീച്ചറിന്റെ ഹസ്ബൻഡാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. രവികുമാർ സാർ വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ്. അദ്ദേഹം ഭാഷാ സാഹിത്യ രംഗത്തെ ഒരു മികച്ച പ്രതിഭയാണ്. അദ്ദേഹത്തെ പ്രത്യേകിച്ചൊന്നും നമുക്ക് ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അദ്ദേഹവും നമ്മുടെ ഈ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ഡോക്ടർ പി കെ സുരേഷ് കുമാറിനെ ക്ഷണിക്കുക. യോഗത്തിന്റെ അധ്യക്ഷൻ, വേദിയിലും സദസ്യമുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ശ്രീ കെ വി മോഹൻകുമാർ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ സുഭദ്രൻ കാർത്തികപ്പള്ളി, പ്രഭാഷണം നിർവഹിക്കുന്ന ശ്രീ അരുൺ കർത്തല, പ്രവാചകൻ എന്ന കൃതിക്ക് മലയാളത്തിന്റെ പ്രിയങ്കരനായ കവിയും ഞാൻ രചയിതാവുമായ കെ ജയകുമാർ നൽകിയ പരിഭാഷയുടെ പ്രകാശന വേളയിൽ ശ്രേഷ്ഠ സാഹിത്യവേദി ഒരുക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച ശ്രേഷ്ഠ സാഹിത്യവേദിയുടെ സാരഥികളോട് എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഖലീൽ ജിബ്രാൻ നമ്മുടെയൊക്കെ ആത്മാവിൽ തോന്നി നിൽക്കുന്ന ഒരു ദാർശനികനും കവിയും